കഴിഞ്ഞ 3 സീസണുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിനെ ഒരു കൈക്കുഞ്ഞിനെ എന്ന പോലെ കാത്തു സൂക്ഷിച്ചത് മാർക്കോ ലെസ്കോവിച്ച് എന്ന ഗ്ലാഡിയേറ്റർ മാർക്കോ ആണ്. മാർക്കോ ലെസ്കോവിച്ചിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിനെ മറികടന്ന ആ വലയിലേക്ക് ഗോൾ നിക്ഷേപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ മാർക്കോ ലെസ്കോവിച്ച് തന്നെയാണ്. പിന്നീടുള്ള 2 സീസണുകളിലും ഇടയ്ക്കിടയ്ക്ക് വന്ന പരിക്കുകൾ മൂലം ലെസ്കോയ്ക്ക് കളിക്കാൻ വയ്യാതെ വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചത് എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. പക്ഷെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നമ്മളുടെ ഗ്ലാഡിയേറ്റർ മാർക്കോ ഉണ്ടായിരിക്കത്തില്ല. ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി മാർക്കോ ലെസ്കോവിച്ച് തന്റെ ഡോക്യുമെന്റ്സ് വാങ്ങി നാട്ടിലേക്ക് മടങ്ങി എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനത്തിന്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നാട്ടിലേക്ക് മടങ്ങുക, ഇനിയും ഇന്ത്യയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ള തീരുമാനം മാർക്കോ ലെസ്കോവിച്ചിന്റെ തന്നെയാണ്. കുടുംബത്തിനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മാർക്കോ ലെസ്കോവിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങുന്നത്. ISL നിന്ന് തന്നെ മറ്റു ക്ലബ്ബുകളുടെ ഓഫർ മാർക്കോ ലെസ്കോവിച്ചിന് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലും തുടരേണ്ട, മറ്റ് ISL ക്ലബ്ബുകളിലേക്കും ചേക്കേറേണ്ട ആവശ്യമില്ല. ഇനി തൽക്കാലം ഇന്ത്യയിൽ തുടരാൻ താല്പര്യമില്ല. ഇവിടുത്തെ ചൂട് കൂടുതലുകൊണ്ടായിരിക്കാം നാട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് മാർക്കോ ലെസ്കോവിച്ച് ഉണ്ട്. അപ്പം പുറത്തേക്ക് വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വൃത്തത്തിനോടടുത്ത് ചേർന്ന് നിൽക്കുന്ന സോഴ്സസ് നൽകുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മാർക്കോ ലെസ്കോവിച്ച് ഇനി മുതൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല. മേ ബി താങ്ക് യു പോസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പം കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നാലായി എന്നേ പറയാൻ പറ്റൂ. പക്ഷേ മാർക്കോ ലെസ്കോവിച്ച് ഇനി ഇന്ത്യയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പുള്ളിയുടെ തീരുമാനം. പക്ഷേ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സും പുള്ളിയും തമ്മിൽ പാർട്ടവേ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു താങ്ക് യു പോസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും മാർക്കോ ലെസ്കോവിച്ചിന്റെ കാര്യത്തിൽ ഉണ്ടായേനെ. അങ്ങനെയൊന്നും ഉണ്ടാവാത്തത് ഇത്തിരി പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവിടെ.